നമ്മുടെ വീട്ടിൽ നിന്ന് പോവാൻ വലിയ ദൂരമൊന്നുമില്ല കേട്ടോ. ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂറൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഗുരുവായൂർക്ക് പോകേണ്ട ദൂരം തന്നെ ഉള്ളൂ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് ഗുരുവായൂർ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ വീണ്ടും ഗുരുവായൂർ പോകുന്ന ഒരു വ്ളോഗാണ്. ഇനി ഞങ്ങൾ എല്ലാവരും കൂടെ അമ്മയുടെ വീട്ടിൽ നിന്നാണ് കേട്ടോ പോകണതിന്. പുലർച്ചയ്ക്കൊക്കെ ആയപ്പോൾ വല്യമ്മ കാറെടുത്ത് ഞങ്ങളെ ബസ് സ്റ്റോപ്പിലാക്കി തന്നു. ഞങ്ങളെല്ലാവരും കൂടെ ബസ് സ്റ്റോപ്പിലേക്ക് വന്നിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ബസ് സ്റ്റോപ്പിൽ നേരിട്ട് ബസ് ഉണ്ട്, മാറി കയറേണ്ട ബുദ്ധിമുട്ടൊന്നുമില്ല. മാസത്തിൽ 2-3 വട്ടമെങ്കിലും ഞങ്ങൾ എന്തായാലും ഒരു അമ്പലത്തിൽ വിസിറ്റ് ചെയ്തിരിക്കും. 2-3 വട്ടം പോകാൻ പറ്റില്ലെങ്കിൽ 1 വട്ടമെങ്കിലും ഞങ്ങൾ എന്തായാലും പോയിട്ടുണ്ടാകും. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങൾ അമ്മയുടെ വീട്ടിൽ നിന്നാണ് പോകുന്നത്. എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ബസ്സൊക്കെ വന്ന് ഞങ്ങൾ ബസ്സിൽ കയറി അവിടെ ഒരു 7 മണിയായപ്പോൾ പെട്ടെന്ന് എത്തി കേട്ടോ. അങ്ങനെ ബസ്സൊക്കെ ഇറങ്ങിയിട്ട് ഞങ്ങൾ അമ്പലത്തേക്ക് പോവുകയാണ്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അമ്മയുടെ വീട്ടിൽ നിന്ന് പോവാറുണ്ട്. എല്ലാവരും കൂടെ പോകണമൊക്കെ ഒരു പ്രത്യേക വൈബാണ്, നല്ല രസമാണ്. അമ്പലത്തിലെത്തിയിട്ട് ക്ലോക്ക് റൂമിൽ പോയിട്ട് ചെരുപ്പും ഫോണൊക്കെ സൂക്ഷിക്കാൻ കൊടുത്തിട്ടു. അങ്ങനെ പെട്ടെന്ന് തന്നെ വരിക്ക് ക്യൂ നിന്നിട്ട് നമ്മൾ ഉള്ളിൽ കയറിയിട്ട് കണ്ണനെ കണ്ട് ഒരു 7:30 ക്യൂ നിന്ന് നമ്മളൊരു 9-9:30 ആയോടുകൂടി തന്നെ ഉള്ളിൽ കയറി വേഗം പ്രാർത്ഥിച്ച് കണ്ടുട്ടോ. വലിയ തിരക്കുണ്ടായിരുന്നില്ല, വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. വേഗം കയറി. എൻ്റെ ദേവുട്ടനാണ്, എൻ്റെ ചേച്ചിയുടെ മോനാട്ടോ. 2 വയസ്സായിട്ടുള്ളൂ. അപ്പോൾ ഉണ്ണി ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂടെ. അങ്ങനെ തൊഴിലൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നല്ല അടിപൊളി ഡാൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഡാൻസൊക്കെ കുറേ നേരം നിന്ന് ഞങ്ങൾ കണ്ടു. അതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ പിന്നെ അവിടെ നിന്ന് എല്ലാവരും കൂടെ ഫോട്ടോയും സെൽഫിയും എല്ലാം എടുത്ത് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരിക കേട്ടോ. വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും പ്രിയങ്കയിൽ കയറും എന്നത്തെ പോലെ തന്നെ. അപ്പോൾ നമ്മൾ കടയിൽ കയറിയിട്ട് നമുക്ക് നേരിട്ടൊരു ബസ് ഉണ്ട്. അപ്പോൾ ആ ബസ്സിൻ്റെ ടൈമൊക്കെ നോക്കിയിട്ട് നമ്മൾ വേഗം പോവാം കേട്ടോ. കടയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നല്ല ലേറ്റാവും. അങ്ങനെ എന്നത്തെ പോലെ തന്നെ പ്രിയങ്കയിലൊക്കെ കയറി ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങി പോയി കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്, ബൈ.